ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ 1-3 ഗോളുകൾക്കാണ് ചെന്നൈയിൻ എഫ്.സിയെ പരാജയപ്പെടുത്തുന്നത്. ചെന്നൈയിൻ എഫ്.സിയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചപ്പോൾ 3 ഗോളുകൾ നേടിയത് ഒന്ന് ജിമിനസും പെപ്രയും അതുപോലെ തന്നെ കോറസിംഗുമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഏക നിരാശ നൽകിയ ഒരു കാര്യം ശരിക്കും മത്സരത്തിന്റെ ഒടുവിൽ നോവ സദോയും അഡ്രിയാൻ ലൂണയും തമ്മിലുണ്ടായ തർക്കം തന്നെയാണ്. മത്സരശേഷം ലൂണ പറഞ്ഞു കഴിഞ്ഞു നോവസദോയുമായി സംസാരിക്കും, ശരിക്കും തന്റെ ഭാഗത്ത് നിന്ന് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് ശരിക്കും അഡ്രിയാൻ ലൂണ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ആ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. അതൊന്നും കാര്യമായിട്ട് ഒരു വിഷയങ്ങളല്ല. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ പ്രകടനത്തെ കുറിച്ചാണ്. ചെന്നൈയിൻ എഫ്.സിയുടെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായി പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ പരാജയപ്പെടുത്തുമ്പോഴും ശരിക്കും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ മിന്നി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു യുവതാരം കോറോസിംഗിന്റെ പ്രകടനവും കൂടാതെ ജിമിനസിന്റെ ഒക്കെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനമാണ്. അഡ്രിയാൻ ലൂണ ശരിക്കും നോവസദോയുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടാനുണ്ടാകുന്ന കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗോളുകളും നിർണായകമാണ്. ഇന്നലെ 3 ഗോളും ജയിച്ചപ്പോഴും ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഗോൾ ഡിഫറൻസിൽ 0 ആണ്. മൈനസ് ഗോൾ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓരോ ഗോളുകളും നിർണായകമാണ്. ശരിക്കും പോയിന്റ് ടേബിളിൽ ടീമുകൾ സമാസമം പോയിന്റിലേക്ക് എത്തുമ്പോൾ നിർണായകമാവുക ഗോൾ ഡിഫറൻസ് ആണ്. ശരിക്കും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ശരിക്കും അഡ്രിയാൻ ലൂണയേക്കാൾ കൂടുതൽ അത് മനസ്സിലാവുക നോവസദോയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മത്സരശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, അടുത്ത മത്സരത്തിനും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സത്യം. നമുക്കതൊന്നുമല്ല ചർച്ച ചെയ്യാനുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തെ കുറിച്ച് തന്നെയാണ്, ചെന്നൈക്കെതിരെ കാഴ്ചവെച്ച പ്രകടനത്തെ കുറിച്ച് തന്നെയാണ്. ഒരു ടീം എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഈ സീസണിൽ ശരിക്കും മുന്നേറ്റ നിര ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെച്ച സീസൺ തന്നെയായിരുന്നു. പക്ഷെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരുപാട് ഗോളുകളും നിർണായകമായ പോയിന്റുകളും ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയത് ഡിഫൻസിലെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ്. യുവതാരം കോറോസിംഗും കൂടാതെ ജിമിനസ് എന്ന ഒരു സ്ട്രൈക്കറുടെ മികവും ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തുണയായിരിക്കുന്നു. ചെന്നൈയിൻ എഫ്.സിയെ 1-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ശരിക്കും നിർണായകമായ പോരാട്ടങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അഡ്രിയാൻ ലൂണയുടെയും നോവസദോയുടെയും വിഷയങ്ങളൊന്നും അല്ലെങ്കിൽ അവരുടെ തർക്കമൊന്നും കാര്യമായ ഒരു വിഷയങ്ങളല്ല. ആ ബോൾ പാസ് ചെയ്യാത്തത് എന്തെന്ന് തന്നെയാണ് നോവസദോയോട് അഡ്രിയാൻ ലൂണ ചോദിച്ചിട്ടുണ്ടാവുക. നിർണായകമായ ഗോളുകളാണ്, അല്ലെങ്കിൽ ഓരോ ഗോളും ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ്. എന്തായാലും വരാനിരിക്കുന്ന മത്സരങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയും എഫ്.സി ഗോവയ്ക്കെതിരെയും 2 നിർണായക മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പിലുള്ള ടീമുകൾക്കെതിരെ. അതിനെക്കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന മത്സരങ്ങൾ, അടുത്ത മത്സരം കൊച്ചിയിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ. എഫ്.സി ഗോവയെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് നേരിടുമ്പോൾ ശരിക്കും വരാനിരിക്കുന്ന മത്സരങ്ങൾ കൂടുതൽ കടുപ്പമേറിയതായിരിക്കും. ചെന്നൈക്കെതിരെ കാഴ്ചവെച്ച ഈ ഒരു പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ശക്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുക. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ ഡിഫറൻസ് മൈനസ് എന്നുള്ളത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തുടരുന്നത്. വരാനിരിക്കുന്ന 2 നിർണായക മത്സരങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതുപോലെ തന്നെ എഫ്.സി ഗോവ, ഈ ടീമുകൾക്കെതിരെ ചെന്നൈയിൻ എഫ്.സിക്കെതിരെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ഇന്നലെ കാഴ്ചവെച്ച അതിഗംഭീര പ്രകടനം തുടരുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഗ്രൗണ്ടിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്താൻ തന്നെ കഴിയും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്രകടനത്തിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ മികച്ച ഒരു പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും യുവതാരം കോറോസിംഗിന്റെയും അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ജിംനസിന്റെയും പ്രകടനം എടുത്തു പറയാതിരിക്കാൻ വയ്യ. കൂടാതെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഇന്നലത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. അഡ്രിയാൻ ലൂണ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് വന്നിട്ടുള്ളത്. വരാനിരിക്കുന്ന മത്സരങ്ങളിലും ക്യാപ്റ്റനിൽ നിന്നും മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഡ്രിയാൻ ലൂണയും നോവസദോയും തമ്മിൽ നിലവിലെ പ്രശ്നങ്ങളൊന്നും കാര്യമായി അവർ തമ്മിൽ പ്രശ്നങ്ങളില്ല.